നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന തീരുവ ഭീഷണികൾക്കിടയിൽ യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാകും യാഥാർത്ഥ്യമാകാൻ പോകും. ലോകത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/4 വിഹിതം കൈകാര്യം ചെയ്യുന്ന കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപനത്തിനായി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 1/4 പങ്കിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറായി മാറാൻ പോകുന്ന ഈ ഉടമ്പടി മദർ ഓഫ് ഓൾ എഗ്രിമെന്റ്സ് എന്ന വിശേഷണത്തോടെ വിശേഷിപ്പിക്കപ്പെടുന്നത് അതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കും. ഇത്തരമൊരു ചരിത്രപരമായ ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ തീരുവ ഭീഷണികൾ ഉയർത്തുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ പഴയ സംരക്ഷണവാദ മനോഭാവത്തിന്റെ തിരിച്ചുവരവായി മാത്രമേ കാണാനാവൂ. ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ പേരിൽ സ്വതന്ത്ര വ്യാപാരത്തെ തകർക്കുകയും സുഹൃത്ത് രാജ്യങ്ങളായെങ്കിലും ശത്രുക്കളായി കാണുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യക്കെതിരായ തീരുവ വർധനവുകളും വ്യാപാര നിയന്ത്രണങ്ങളും അതിന്റെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ വീണ്ടും സമാന ഭീഷണികൾ ഉയർത്തുന്നത് മാറിയ ലോകക്രമത്തെ ട്രംപ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ്. ഇന്ന് ഇന്ത്യ ഒരു ദുർബല വിപണിയല്ല, മറിച്ച് ആത്മവിശ്വാസത്തോടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ശക്തമായ സാമ്പത്തിക ശക്തിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കൈവരിച്ച മുന്നേറ്റങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയെ ഒരു ഉപഭോക്തൃ വിപണിയിൽ നിന്ന് ആഗോള ഉൽപാദന കേന്ദ്രത്തിലേക്ക് ഉയർത്തി. വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ ഇന്ത്യ ഇന്ന് മുൻനിരയിലാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ വളർച്ചയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കും. ഈ കരാർ പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യൻ കയറ്റുമതികൾക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ അവസരങ്ങളാണ് ലഭിക്കുക. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, IT സേവനങ്ങൾ, ടെക്സ്റ്റൈൽസ്, ഓട്ടോമൊബൈൽ ഘടകങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇന്ത്യക്ക് വൻ നേട്ടമുണ്ടാകും. അതോടൊപ്പം യൂറോപ്യൻ സാങ്കേതിക വിദ്യയും നിക്ഷേപവും ഇന്ത്യയിലെ വ്യവസായങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കും. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും യുവജനങ്ങൾക്ക് പുതിയ സാധ്യതകൾ തുറക്കുകയും ചെയ്യും. ട്രംപിന്റെ തീരുവ ഭീഷണികൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തെ തടയാനുള്ള ഒരു പഴയ തന്ത്രം മാത്രമാണ്. എന്നാൽ ഇന്ന് ഇന്ത്യ ഒറ്റയ്ക്കല്ല. യൂറോപ്യൻ യൂണിയനെ പോലുള്ള ശക്തമായ പങ്കാളികളുമായി കൈകോർക്കുന്ന ഇന്ത്യ ബഹുപക്ഷീയതയിലും നിയമാധിഷ്ഠിതമായ ആഗോള വ്യാപാരത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രമായി നിലകൊള്ളും. ഇതിന് വിപരീതമായി ട്രംപിന്റെ സമീപനം വിഭജനവും അനിശ്ചിതത്വവുമാണ്. മോദി സർക്കാരിന്റെ നയതന്ത്ര വൈദഗ്ധ്യം ഇവിടെ വീണ്ടും തെളിയുന്നു. ഒരു വശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്തുമ്പോഴും മറുവശത്ത് യൂറോപ്പ്, ആഫ്രിക്ക, ആസിയാൻ രാജ്യങ്ങൾ എന്നിവയുമായി സമതുലിത ബന്ധങ്ങൾ വികസിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബഹുമുഖ നയതന്ത്രം തന്നെയാണ് ഇന്ത്യയെ ആഗോള രാഷ്ട്രീയത്തിലെ വിശ്വാസയോഗ്യമായ പങ്കാളിയാക്കി മാറ്റുന്നത്. മദർ ഓഫ് ഓൾ അഗ്രിമെന്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ FTA വെറുമൊരു വ്യാപാര കരാർ മാത്രമല്ല, അത് ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ആഗോള സ്ഥാനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. സംരക്ഷണവാദവും ഭീഷണിയും ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ മറുപടിയാണ്. ട്രംപിനെ പോലുള്ള നേതാക്കൾ പഴയ മതിലുകൾ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ പുതിയ പാലങ്ങൾ പണിയുകയാണ്. ഇന്ത്യ ഇനി ഭീഷണികൾക്ക് വഴങ്ങുന്ന രാജ്യമല്ല, ആത്മവിശ്വാസത്തോടെയും ദീർഘദർശനത്തോടെയും മുന്നേറുന്ന ഒരു രാഷ്ട്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്വന്തം നിയമങ്ങൾ നിർവചിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ ചരിത്രപരമായ കരാർ അതിന്റെ ശക്തമായ ഉദാഹരണമാണ്. ട്രംപിന്റെ ഭീഷണികൾക്കപ്പുറം ഇന്ത്യയുടെ നിശബ്ദവും സ്ഥിരവുമായ മുന്നേറ്റമാണ് ഭാവിയെ നിർണയിക്കുക.